അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ പരിപാടി. ഹസ്ബൻഡ് ഒരു വണ്ടിക്കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ മുകൾ വശത്ത് മുഴുവനും നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളായിരുന്നു. വണ്ടിയുടെ മാത്രമല്ല, മെഷീൻ്റെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ ഷീറ്റിൻ്റെ ടീമിനെ പിന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സൈഡ് മൊത്തം കവർ ചെയ്തിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും അതിഗംഭീരമായിട്ട് അവർ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അവർ വളരെ സ്പീഡപ്പാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റാക്ക് ചെയ്തതായിരുന്നു. അത് പിന്നെ നമ്മുടെ സ്വന്തം ആൾ അത് പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുകളിൽ പോയിട്ട് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോസ് എടുത്ത് സെറ്റാക്കി വെച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടി കഴിയുന്നതിന് മുൻപ് തന്നെ അവരെ ക്യാഷ് ഏൽപ്പിച്ചു കേട്ടോ. ഞങ്ങളവിടെ ഇല്ലെങ്കിൽ പോലും അവരവരുടെ കംപ്ലീറ്റ് വർക്കും കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അവിടുന്ന് പോയത്. അവരുടെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിനെ പറ്റിയിട്ട് ഒരു ABCD അറിയാതെ നിന്നിട്ട് പോലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനനുസരിച്ചിട്ട് മൂപ്പര് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റാക്കിലൊക്കെ അടിക്കാനുള്ള ബോർഡൊന്നും നമ്മൾ ആ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആള് അതടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. മറ്റത് നമ്മളതിഞ്ഞ് പിന്നെ അതിൻ്റെ അളവെടുത്തിട്ട് വാങ്ങാൻ പോകേണ്ടി വന്നേനെ. പക്ഷെ അതടക്കം ആൾ നമുക്ക് സെറ്റാക്കി തന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയി വന്നതിൻ്റെ ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ക്ലീൻ ചെയ്തത്. ഇത് കണ്ടപ്പോൾ പിന്നെ നമുക്കത് വേഗം ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മെറ്റീരിയൽസൊക്കെ കയറ്റാനുള്ളൊരു തിടുക്കായിരുന്നു. പക്ഷേ നമ്മുടെ പണി ഇനിയും കിടക്കായിരുന്നു. നമുക്ക് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലോർ മാറ്റ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഒരു സ്പോഞ്ച് പോലത്തെ സംഭവമൊക്കെ ഇട്ട് ഫ്ലോർ മാറ്റൊക്കെ ഇട്ട് നമ്മുടെ ആൾ നമുക്കത് അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 മാസത്തോളം സമയമെടുത്തു കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട്. ആദ്യം കുറേ പ്ലാൻ ചെയ്യും, പിന്നെ അത് വേണ്ടാന്ന് വെക്കും, പിന്നെയും പ്ലാൻ ചെയ്യും, പിന്നെ പല പ്രശ്നങ്ങളായിട്ട് അതങ്ങനെ ആ ഒരു പ്ലാനേ വേണ്ട, അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഇങ്ങനെ നീക്കി പോവുമായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, രണ്ടും കൽപ്പിച്ച് നമ്മൾ ഈ ഒരു സംഭവത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മോൻ്റെ റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുമായിരുന്നു. മോന് ജസ്റ്റ് അവൻ്റെ ബുക്സോ ബാഗോ ഒന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഈ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് അതൊരു നല്ല കാര്യമാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. നമ്മളിങ്ങനെയൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത, നമ്മളെ കൂടെ നിൽക്കണം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട. നമ്മുടെ കയ്യിൽ മുഴുവൻ ക്യാഷായിട്ടോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല മക്കളെ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളായിട്ട് സമയം കണ്ടെത്തണം. എങ്കിൽ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ രീതിയിലാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ കൂടെ നിന്നവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കണം. ഇനിയും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു വൈഷ്ണവം ഹോം കണ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.